ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ ടീമിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ അധ്വാനിക്കണമെന്ന് നമുക്കറിയാം. ഒരു കളിക്കാരൻ മാത്രം മാറി നിന്ന് കഴിഞ്ഞാൽ അത് എന്തുമാത്രം ജോലിഭാരം മറ്റുള്ളവർക്ക് കൂട്ടുമെന്ന് നമുക്കറിയാം. അവൻ പറയുമായിരിക്കും, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ ആരെയും അപകടപ്പെടുത്തുന്നില്ല എന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമായിരിക്കും. എന്നാൽ അത് ആ ടീമിനെ തന്നെ തോൽവിയിലേക്ക് നയിച്ചേക്കാം. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആ കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കുന്നു, എന്നാൽ ഒരാൾ മാത്രം നിർജീവമായിട്ട് സമയം ചെലവഴിക്കുന്നു. ഇങ്ങനെ ആകുമ്പോൾ ആ കുടുംബത്തിൻ്റെ തന്നെ അതിൻ്റെ മുന്നേറ്റത്തിന് ഈ വ്യക്തി എങ്ങനെ തടസ്സമാകുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെയാണ് കർത്താവ് നമ്മെ ഇന്ന് ഒരു സത്യം പഠിപ്പിക്കുകയാണ്. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്. നാം തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. നാം ചിലപ്പോൾ ഈ ലോകത്ത് ഒരു നിലപാടും ഇല്ലാതെ ആ നന്മയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാതെ നാം ഒരു നിഷ്പക്ഷ മനോഭാവം ചിലപ്പോൾ പല കാര്യങ്ങൾക്കും എടുത്തേക്കാം. എന്നാൽ ഇവിടെ നാം അങ്ങനെയുള്ള നിലപാടെടുക്കുമ്പോൾ നാം ആ ദൈവരാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നവർ തന്നെയായി മാറുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ യേശുനാഥൻ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. മൂകനായിട്ടുള്ള ഒരു മനുഷ്യനിലെ സാത്താനെ പുറത്താക്കുന്നു. എന്നാൽ സാത്താന്മാരുടെ തലവനായിട്ടുള്ള ബെൽസെബൂലിനെ കൊണ്ടാണ് യേശു ഈ അത്ഭുതം പ്രവർത്തിച്ചതെന്ന് ഫരിസേയർ ആരോപിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫരിസേയർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? കാരണം അവരുടെ മനസ്സിൽ അസൂയയും വിദ്വേഷവും വെറുപ്പും ഉണ്ടായിരുന്നു. നമുക്കറിയാം വെറുപ്പിൻ്റെ പ്രത്യേകത. ചിലപ്പോൾ കോപത്തെ നമുക്ക് കീഴടക്കുവാൻ സാധിച്ചേക്കാം. എന്നാൽ ഈ വെറുപ്പെന്ന് പറയുന്നത് ഒരു ക്യാൻസർ പോലെയാണ്. അത് നമ്മെ കാർന്ന് തിന്നുന്നു. നമ്മെ വിവേകത്തോടുകൂടെ ചിന്തിക്കാനായിട്ട് നാം പരാജയപ്പെടുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, യേശുനാഥൻ പറയുന്നുണ്ട്, ശക്തനായിട്ടുള്ള സാത്താൻ ചിലപ്പോൾ ശക്തനായിരിക്കാം, എന്നാൽ താൻ അതിശക്തനാണെന്ന് കർത്താവ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ അതിശക്തൻ്റെ മുമ്പിൽ ശക്തനായവന് യാതൊരു സ്ഥാനവുമില്ല. ആ അതിശക്തനായ കർത്താവ് എങ്ങനെയാണ് തിന്മയെ കീഴടക്കിയതെന്ന് നമുക്കറിയാം. കുരിശുമരണത്തിലൂടെ നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കൊണ്ട് ആ തിന്മയെ കീഴടക്കിയ കർത്താവാണ്, അതിശക്തനാണ് നമ്മുടെ കൂടെയുള്ളത്. ആ യേശുവിനോടൊപ്പം നിലയുറപ്പിക്കുവാനായിട്ട്, ഒരു നിലപാട് ഉള്ളവരാകുവാനായിട്ട് കർത്താവ് ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.